നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ റാലിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ 7200 കോടിയുടെ വികസന പദ്ധതികൾക്ക് മോദി തറക്കല്ലിടും. 4 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ആയാണ് BJP രംഗത്തെത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിൽ തീർച്ചയായും വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കെ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ബീഹാറിലെ മോത്തിഹാരിയിൽ വലിയ റാലി നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ജനക്കൂട്ടമാണ് മോത്തിഹാരിയിലുള്ളത്. മോദിയെ സ്വീകരിക്കാനും ജയ് മോദി എന്ന വിളികളോടുകൂടിയാണ് ജനക്കൂട്ടം മുഴുവൻ അവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 7200 കോടി രൂപയുടെ പുതിയ പദ്ധതികൾ ബീഹാറിൽ ഇന്ന് തറക്കല്ലിടും. അതോടൊപ്പം തന്നെ 4 അമൃത് ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഏത് വിധേനയും ബീഹാർ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് BJPയുടെയും NDA സഖ്യത്തിന്റെയും ലക്ഷ്യമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ഒരേപോലെ മുന്നോട്ട് പോകാൻ തന്നെയാണ് മോദിയും നിതീഷ് കുമാറും ഒന്നിച്ച് ഈ വേദിയിൽ എല്ലാ പ്രചാരണ മെഗാ റാലി വേദികളിലും ഇരുവരും ഒന്നിച്ചെത്തുന്നതും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ മഹാഗഠബന്ധൻ സഖ്യത്തെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരിക്കും തിരിച്ചു വരിക എന്നുള്ളത്. മോദി തന്നെ നേരിട്ടെത്തുകയും വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാർ നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 400 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 1100 രൂപയാക്കുന്നു. സ്ത്രീകൾക്ക് വനിതകൾക്ക് തൊഴിൽ സംവരണം 30% തൊഴിൽ സംവരണമാണ് ഇപ്പോൾ ബീഹാറിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ രൂപത്തിൽ അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജുമായി ബന്ധപ്പെട്ട് 125 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ വൈദ്യുതി പ്രഖ്യാപനവും ഇപ്പോൾ അതെല്ലാം ഈ ഓഗസ്റ്റ് ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും എന്നുകൂടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും BJPയും NDA സർക്കാരും NDA സഖ്യവും ഏത് വിധേനയും എങ്ങനെയും ബീഹാറിൽ അധികാരം നിലനിർത്തുക എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ റാലികളിൽ നിന്ന് വ്യക്തമാകുന്നത്. അഖില, സൗജന്യ വൈദ്യുതി വിതരണം അടക്കം നിതീഷ് കുമാറിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ BJPയും അതിനനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്, ഉദ്ഘാടനങ്ങൾ നടത്തുകയാണ്. നരേന്ദ്രമോദിയുടെ റാലി അവിടെ പുരോഗമിക്കുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.